ഹലോ മക്കളെ, വെൽക്കം ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ആൻ അംബ്രല ഫോർ ഓളിൻ്റെ പ്യൂപ്പൽ ആക്ടിവിറ്റീസ് നോക്കാം കേട്ടോ. ആക്ടിവിറ്റി 1 നോക്കി. ഹാവ് യു മെയ്ഡ് ദ പേപ്പർ ആൻഡ് പേസ്റ്റ് യുവർ ആൻഡ് ബിലോ. പേപ്പറും കൊണ്ട് ആൻറ്റിനെ ഉണ്ടാക്കിയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയോ? എല്ലാവരും പേപ്പർ ആൻറ്റിനെ ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയെങ്കിൽ ഈ ഫസ്റ്റ് പേജിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതണം ദിസ് ഈസ് മൈ ആൻഡ്. ഇതാണ് എൻ്റെ ആൻഡ്. ഓക്കെ, ആൻഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉറുമ്പ്. ഇറ്റ് ഈസ് എ ബ്ലാക്ക് ആൻഡ്. ഇതൊരു കറുത്ത കളറാണ്. നിങ്ങൾ ഏത് കളറാണ് ഉണ്ടാക്കിയത് ആ കളർ അവിടെ എഴുതുക കേട്ടോ. ഇറ്റ് ഈസ് എ ഗ്രീൻ ആൻഡ്, ഇറ്റ് ഈസ് എ ബ്ലൂ ആൻഡ്, ഇറ്റ് ഈസ് എ റെഡ് ആൻഡ്, ഏതാണോ എഴുതുക. ഓക്കെ, ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ബ്ലാക്ക് ആൻഡ്, ഇറ്റ് ഈസ് എ റെഡ് ആൻഡ്, അങ്ങനെ എഴുതുക കേട്ടോ. ഇത് കറുപ്പ് കളറാണ് എന്നാണ് അർത്ഥം. ആക്ടിവിറ്റി 2 ലെറ്റ് സിങ്. നമുക്ക് പാടാം. ആൻഡ്സ് ഓൺ ദ മൂവ്. എന്താണ്, എപ്പോഴും ആക്റ്റീവായിട്ടിങ്ങനെ എന്താണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഉറുമ്പുകളെക്കുറിച്ചുള്ള ചെറിയൊരു കവിതയാണ്, പാട്ടാണ് കേട്ടോ. നോക്കാമല്ലോ. ആൻഡ്സ് ആർ മാർച്ചിങ് ഹിയർ ദേ ഗോ. എന്താ, ഉറുമ്പുകൾ മാർച്ച് ചെയ്തിട്ടല്ലേ. മാർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, പട്ടാളക്കാർ മാർച്ച് ചെയ്ത് പോകുന്ന കണ്ടിട്ടില്ലേ. അങ്ങനെ വരി വരിയായി പോകുന്നതിനാണ് മാർച്ചിങ് എന്ന് പറയുക. ഹിയർ ദേ ഗോ, ഇതാ അവർ പോകുന്നു. മൂവിങ് ക്വിക്ക്ലി ടു ആൻഡ് ഫ്രോ. എങ്ങനെയാണ്, വളരെ സ്പീഡിൽ മുന്നോട്ടും പുറകോട്ടും. ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ ക്വിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ലിഫ്റ്റിംഗ് ഫുഡ് ആൻഡ് സീഡ്സ് ദേ ഫൈൻഡ്. എന്താണ്, അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെയോ സീഡ്സ്, കാണുന്ന വിത്തുകളൊക്കെ എടുത്തിട്ടുണ്ട്. ക്യാരിയിങ് ഫുഡ് ഫോർ ഓൾ ദെയർ ഫ്രണ്ട്സ്. അവർക്കും അവരുടെ കൂട്ടുകാർക്കും ആവശ്യമുള്ള എല്ലാ ഭക്ഷണവും എടുത്തിട്ടാണ് അവർ പോകുന്നത്. ക്യാരി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചുവന്ന് കൊണ്ടുപോകുന്നതിനാണ് എന്ത്, ക്യാരിയിങ് എന്ന് പറയുക കേട്ടോ. ആൻഡ്സ് ആർ ബിസി എവ്രി ഡേ. ഉറുമ്പുകൾ എല്ലാ ദിവസവും ബിസിയാണ്, തിരക്കാണ്. നെവർ ദേ സ്റ്റോപ്പ് ടു റെസ്റ്റ് ഓർ പ്ലേ. അവരൊരിക്കലും നിർത്തില്ല, റെസ്റ്റ് എടുക്കില്ല, കളിക്കാൻ വേണ്ടിയൊന്നും നിൽക്കില്ല. അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വർക്കിംഗ് എവ്രി ഡേ. എല്ലാ ദിവസവും എന്താണ്, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നെവർ ദേ സ്റ്റോപ്പ് ടു റെസ്റ്റ് ഓർ പ്ലേ. അവർ ഒരിക്കലും നിർത്തില്ല, റെസ്റ്റ് എടുക്കില്ല, കളിക്കാൻ വേണ്ടിയൊന്നും അവർ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ആക്ടിവിറ്റി 3 ഇതാണ്. ഡ്രോ ദ ആൻഡ്സ് യു ഹാവ് സീൻ കളർ ദം. എന്താണ്, നിങ്ങൾ കണ്ട ഉറുമ്പുകളെ അവിടെ വരയ്ക്കാനാണ് പറയുന്നത്. എന്നിട്ട് നല്ല കളറും കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കട്ടെ. വളരെ ഈസി ആയിട്ട് ഇതുപോലെ 3 വട്ടം വരച്ചിട്ട് 2-3 കാലും 2 ആൻറ്റിനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പായി. അപ്പോൾ എല്ലാവരും ചെയ്യുക കേട്ടോ. പിന്നെ നല്ല ഇഷ്ടമുള്ള കളേഴ്സും കൊടുക്കുക. ആക്ടിവിറ്റി 4 4ാമത്തെ ആക്ടിവിറ്റി. ഹാവ് യു ഒബ്സർവ് ദ ആൻഡ്സ്. നിങ്ങൾ ആൻഡ്സിനെ, ഉറുമ്പുകളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ, നിരീക്ഷിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഉത്തരം? ഉണ്ടല്ലേ. ഉറുമ്പിനെ നിരീക്ഷിക്കാത്ത ആൾക്കാരുണ്ടാവോ? യെസ് ഐ ഹാവ് ഒബ്സർവ്ഡ് ആൻഡ്സ് മെനി ടൈംസ്. ഞാൻ ഒരുപാട് തവണ ഉറുമ്പുകളെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, അവിടെ എഴുതി വെക്കുക. ഇനിയോ, നൗ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു. എന്താണ്, ഈ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവിടെ എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഹൗ മെനി ആൻഡ്സ് ഡിഡ് യു സീ. എത്ര ഉറുമ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഐ ഹാവ് സീൻ. എത്രയാണ് നിങ്ങൾ കണ്ട ഉറുമ്പിൻ്റെ എണ്ണം അവിടെ എഴുതുക, 10. അല്ലെങ്കിൽ മെനി ആൻഡ്സ് എഴുതാം, ഒരുപാട് എണ്ണത്തിന് എണ്ണാൻ പറ്റിയിട്ടില്ല. ഐ ഹാവ് സീൻ മെനി ആൻഡ്സ് എന്ന് എഴുതാം അവിടെ, അല്ലെങ്കിൽ 100 എന്ന് എഴുതാം. ഓക്കെ, ഐ ഹാവ് സീൻ. ഇവിടെ ഞാനൊരു നമ്പർ 10 ഇട്ടിട്ടുണ്ട്, 10 ആൻഡ്സ്. അടുത്തത്, വേർ ഡിഡ് യു സീ ദം. നിങ്ങൾ എവിടെയാണ് അതിനെ കണ്ടത്? ഐ സോ ദം ഇൻ ദ കിച്ചൺ. ഞാൻ അതിനെ, ഉറുമ്പിനെ എവിടെയാണ് കണ്ടത്? കിച്ചണിലാണ്, അടുക്കളയിലാണ് കണ്ടത്. വാട്ട് കളർ വേർ ദേ. അവരെന്ത് നിറത്തിലായിരുന്നു ഉള്ളത്? ദേ വേർ റെഡ് ഇൻ കളർ. അവർ ചുവന്ന കളറിലായിരുന്നു. വേർ ദേ ബിഗ് ഓർ സ്മോൾ. അവർ വലിയതായിരുന്നു, ചെറുതായിരുന്നോ? ദേ വർ വെരി സ്മോൾ. അല്ലേ, ഉറുമ്പുകളൊക്കെ വളരെ ചെറുതാണ് അല്ലേ, വെരി സ്മോൾ ആണ്. കട്ടുറുമ്പല്ലേ, വലിയ ഉറുമ്പ് പോലും നമ്മളുടെ കണ്ണിൽ എന്താണ്, കുഞ്ഞതാണ് അല്ലേ. സോ ദേ വർ വെരി സ്മോൾ. അപ്പോൾ നിങ്ങൾക്ക് എഴുതാട്ടോ, നിങ്ങൾക്ക് വലുതായി തോന്നെങ്കിൽ വലുതെന്ന് എഴുതാം. യെസ്. വാട്ട് വാർ ദേ ഡൂയിങ്. അവരെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അവിടെ കിച്ചണിൽ? ദേ വർ കളക്ടിങ് ദെയർ ഫുഡ്. അവരവരുടെ ഭക്ഷണം കളക്ട് ചെയ്തുകൊണ്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. ഇനി നൗ ഡിസ്ക്രൈബ് ദ ആൻഡ്സ് യു ഹാവ് സീൻ. നിങ്ങൾ കണ്ട ഉറുമ്പുകളെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് സെൻറ്റൻസ് ആയിട്ട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. നേരത്തെ തന്നത് നമ്മൾ അടുത്ത ആക്ടിവിറ്റി 4 നമ്മൾ ചെയ്തില്ലേ, തൊട്ട് മുമ്പിലത്തെ ആക്ടിവിറ്റി ചെയ്ത് അത് തന്നെ ഇപ്പുറത്തേക്ക് കുറച്ച് സെൻറ്റൻസ് ആയിട്ട് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഐ സോ 10 ആൻഡ്സ്. ഞാൻ 10 ഉറുമ്പുകളെ കണ്ടു. അല്ലെങ്കിൽ ഐ സോ മെനി ആൻഡ്സ്, MANY മെനി, ഒരുപാട് എണ്ണത്തിനെ കണ്ടു എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ എഴുതാം. പിന്നെ ഐ സോ ദം ഇൻ ദ കിച്ചൺ. ദേ വർ റെഡ് ഇൻ കളർ. ദേ വർ വെരി സ്മോൾ. ദേ വർ കളക്ടിങ് ദെയർ ഫുഡ്. ദേ വർ വർക്കിംഗ് വെരി ഹാർഡ്. അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ടിവിറ്റി 5 5ാമത്തെ ആക്ടിവിറ്റിയാണ്. ലെറ്റ്സ് ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. ഈ പാട്ടിന് 2-3 ലൈൻസ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാനാണ്, മോർ ലൈൻസ് അല്ലെ, കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. മഷ്റൂം സോങ് ആണ്. എന്താ മഷ്റൂം? കൂണല്ലേ, കൂണിനെ കുറിച്ചുള്ള സോങ്. മഷ്റൂംസ് വാട്ട് എ സൈറ്റ്. മഷ്റൂംസ് എന്ത് നല്ല കാഴ്ചയാണ് മഷ്റൂംസിൻ്റെത്. പോപ്പിംഗ് അപ്പോൺ റെയിനി നൈറ്റ്സ്. എപ്പോഴാണ് ഇവ പൊങ്ങി വരിക?
ആ മഴ പെയ്ത രാത്രികളിലാണല്ലേ കൂണുകൾ പൊങ്ങി വരിക. രാവിലെ എഴുന്നേറ്റ് പോകുമ്പോഴാണ് നമുക്ക് കൂണുകൾ കാണാൻ കഴിയുക, മഴ പെയ്തതിന് പിറ്റേ ദിവസം. സം ആർ റെഡ് ആൻഡ് സം ആർ വൈറ്റ് ഡാൻസിങ് ഓൾവേസ് ഓ ലാല. എന്താണ്, കുറച്ചെണ്ണം ചുവപ്പിലുണ്ട്, കുറച്ച് വെള്ള കളറിലുണ്ട്, അങ്ങനെ പല കളറിലുണ്ട്. അവയൊക്കെ എന്താണ്, ഡാൻസ് ചെയ്യുന്ന പോലെ തോന്നും. ഓ ലാല എന്ന് ഹാപ്പി ആയിട്ട് പറയലാണ് കേട്ടോ. മഷ്റൂംസ് മഷ്റൂംസ് വാട്ട് എ സൈറ്റ് പോപ്പിംഗ് അപ്പ് ഓൺ റെയിനി നൈറ്റ്സ്. ഇനി നമ്മളോട് എഴുതാനാണ് പറയുന്നത്. എന്താ എഴുതുക? സം ആർ ബിഗ് ആൻഡ് സം ആർ സ്മോൾ വി ലവ് മഷ്റൂംസ് വൺ ആൻഡ് ഓൾ. എന്താണ്, നമുക്കെല്ലാവർക്കും ചിലത് എന്താണ്, ചിലത് ചെറുതാണ്, ചിലത് വലുതാണ്, ഞങ്ങൾക്കെല്ലാവർക്കും മഷ്റൂംസ് വളരെ ഇഷ്ടമാണ് അല്ലേ. വി ലവ് മഷ്റൂംസ് വൺ ആൻഡ് ഓൾ. സം ആർ ബിഗ് ആൻഡ് സം ആർ സ്മോൾ വി ലവ് മഷ്റൂംസ് വൺ ആൻഡ് ഓൾ. ഇനി എന്താണ്, കളർ ദ ബട്ടർഫ്ലൈ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. ഒരു ബട്ടർഫ്ലൈൻ്റെ ചിത്രം അവിടെ തന്നിട്ടുണ്ട്. അപ്പം മനോഹരമായിട്ട് അതിനെ കളർ ചെയ്യുക എല്ലാവരും കേട്ടോ. നല്ല കളർഫുള്ളാക്കിയിട്ട് പെയിൻറ്റ് ചെയ്യുക അതിനെ. എന്നിട്ട് എന്താ ചെയ്യുക? ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. വളരെ മനോഹരമാണ്. ഇറ്റ് ഹാസ് കളർഫുൾ വിങ്സ്. വളരെ നിറങ്ങളുള്ള കളർഫുള്ളായിട്ടുള്ള ചിറകുകളുണ്ട്. വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ. ഇറ്റ് ഫ്ലൈസ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ. പൂവുകൾ തോറും പാറി നടക്കുന്നു അല്ലേ. ഒരു പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറക്കുന്നു പോകുന്നു. ഇറ്റ് ഡ്രിങ്ക്സ് നെക്ടാർ ഫ്രം ഫ്ലവേഴ്സ്. എന്താണ് നെക്ടാർ എന്ന് പറഞ്ഞാൽ? പൂന്തേനാണ് കേട്ടോ. പൂവുകളിൽ നിന്ന് പൂന്തേൻ ഭക്ഷിച്ചാണ് ഇത് ജീവിക്കുന്നത്. പൂവുകളിൽ നിന്ന് പൂന്തേൻ കുടിക്കുന്നു. ഇറ്റ് ഡ്രിങ്ക്സ് നെക്ടാർ ഫ്രം ഫ്ലവേഴ്സ്. ആക്ടിവിറ്റി 7. The ant, the butterfly and the mouse are talking about their favorite food. Complete their conversation. ആരൊക്കെയാണ്? ഉറുമ്പുണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, പിന്നെ മൗസ് ഉണ്ട്. മൂന്നാളും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കലാണ്. അവരുടെ കോൺവെർസേഷൻ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്താ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ? സംഭാഷണം അല്ലേ. അപ്പോൾ ഉറുമ്പ് എന്താ പറയുന്നത് നോക്കി? ഐ ലൈക്ക് ഷുഗർ. എനിക്ക് ഷുഗർ വളരെ ഇഷ്ടമാണ്. വാട്ട് ഡു യു ലൈക്ക്? നിനക്ക് എന്താണ് ഇഷ്ടം? വാട്ട് ഡു യു ലൈക്ക്? നിനക്ക് എന്താണ് ഇഷ്ടം? അപ്പോൾ എന്താ ബട്ടർഫ്ലൈ പറയുന്നത്? ഐ ലൈക്ക് നെക്ടർ. എന്താണ്? ഐ ലൈക്ക് നെക്ടർ. നെക്ടർ എന്ന് പറഞ്ഞാൽ പൂന്തേനാണ്. ഇനിയോ അടുത്തത് നോക്കൂ. ബട്ടർഫ്ലൈ ചോദിക്കലാണ്, ഡു യു ലൈക്ക് നെക്ടർ? ആരോടെ ചോദിക്കുന്നത്? മൗസിനോടാണ് ചോദിക്കുന്നത്. ഡു യു ലൈക്ക് നെക്ടർ? നിനക്ക് പൂന്തേൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തായിരിക്കും മൗസ് പറയുക? എലിക്ക് എന്തായിരിക്കും ഇഷ്ടം? നോ ഐ ഡോണ്ട് ലൈക്ക് നെക്ടർ. ഐ ലൈക്ക്, അവിടെ ചിത്രം കാണിച്ചത് ക്യാരറ്റിൻ്റെ ആണ് അല്ലേ. സോ നമുക്ക് ക്യാരറ്റിന് ഐ ലൈക്ക് ക്യാരറ്റ്. എനിക്ക് ക്യാരറ്റാണ് ഇഷ്ടമെന്ന് മൗസ് പറയുന്നു. അപ്പോൾ ചോദിക്കുകയാണ്, ക്യാൻ യു ഈറ്റ് ക്യാരറ്റ്സ്? നിനക്ക് ക്യാരറ്റ് തിന്നാൻ പറ്റുമോ എന്ന് മൗസ് തിരിച്ച് ബട്ടർഫ്ലൈയോട് ചോദിക്കുകയാണ്. നോ ഐ കാൺട്ട്. എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഐ ക്യാൻ ഓൺലി ഡ്രിങ്ക് നെക്ടർ അല്ലേ. നോ ഐ കാൺട്ട് ഈറ്റ് ക്യാരറ്റ്. ഐ ക്യാൻ ഈറ്റ് ഓൺലി നെക്ടർ. ആക്ടിവിറ്റി 8. ദ ബട്ടർഫ്ലൈ ആൻഡ് ദ സ്പാരോ ആർ അണ്ടർ ദ മഷ്റൂം. ആരൊക്കെയാണ്? ബട്ടർഫ്ലൈയും പിന്നെ സ്പാരോവും മഷ്റൂമിൻ്റെ അടിയിലാണ് ഉള്ളത്. മഴയായതുകൊണ്ടല്ലേ പുറത്ത്. അപ്പോൾ വിൽ ദ സ്പാരോ ഈറ്റ് ദ ബട്ടർഫ്ലൈ? സ്പാരോ, കുരുവി ബട്ടർഫ്ലൈയെ തിന്നുമോ? വാട്ട് വിൽ ദ ബട്ടർഫ്ലൈ തിങ്ക് നൗ? എന്തൊക്കെയായിരിക്കും ബട്ടർഫ്ലൈ ആലോചിക്കുക ഈ സമയത്ത് എന്നാണ്. എന്തൊക്കെയായിരിക്കും നമ്മളുടെ ഇഷ്ടത്തിന് എഴുതാം കേട്ടോ. അവിടെ എന്തൊക്കെയായിരിക്കും നമുക്കിങ്ങനെ എഴുതാം. ഓ നോ വിൽ ദ സ്പാരോ ഈറ്റ് മീ? ഈ സ്പാരോ, ഈ കുരുവി എന്നെ തിന്നുമായിരിക്കും. എനിക്ക് പേടിയാവുന്നല്ലോ. ഐ ആം സ്കേർഡ്. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്താണെങ്കിൽ മഴയും പെയ്യുന്നു. വേർ ക്യാൻ ഐ ഗോ നൗ? ഞാനിപ്പോൾ എങ്ങോട്ടേക്കാണ് പോവുക അല്ലേ. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നോ ദ സ്പാരോ വിൽ നോട്ട് ഈറ്റ് മീ അല്ലേ. അങ്ങനെ എഴുതാം. വിൽ നോട്ട് ഡു എനിത്തിങ് അങ്ങനെയും എഴുതാം അല്ലേ. സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. നമുക്കിപ്പോൾ ഈ 4 ലൈൻ അവിടെ എഴുതി വെക്കുക കേട്ടോ. ഇനി 9ാമത്തെ ആക്ടിവിറ്റിയാണ്. ദ ഫോക്സ് റീച്ചസ് നിയർ ദ മഷ്റൂം. കുറുക്കൻ ഓടി ഓടി മഷ്റൂമിൻ്റെ അടുത്തെത്തി. ദ ഫോക്സ് ആസ്ക് ദ സ്പാരോ ആൻഡ് ദ മൗസ് അബൌട്ട് ദ റാബിറ്റ്. ആരാണ്? കുരുവിയോടും റാബിറ്റ് മൗലിനോടും ചോദിക്കലാണ്. കുരുവിയോടും മൗസിനോടും അല്ലെ എലിയോടും ചോദിക്കലാണ്. റാബിറ്റ് ഇവിടെ വന്നോ എന്ന് ചോദിക്കലാണ്. റാബിറ്റിനെ കുറിച്ച് ചോദിക്കലാണ്. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അവരുടെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യൂ. സെലക്ട് ദ കറക്റ്റ് ഡയലോഗ് ഫ്രം ദ ബോക്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്താണ്? താഴെ ഡയലോഗ്സ് തന്നിട്ടുണ്ട്. അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് എഴുതുക മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. ഒന്നാമത്തത് അവിടെ തന്നിട്ടുണ്ട്. കുറുക്കൻ ചോദിക്കലാണ്, ഹാവ് യു സീൻ എ റാബിറ്റ്? നീ ഒരു റാബിറ്റിനെ കണ്ടോ എന്ന് ചോദിക്കലാണ്. അപ്പോൾ സ്പാരോ പറയാണ്, അവിടെയുള്ള നോക്കിയേ 5 ഉള്ളത്. ഐ വിൽ ക്യാച്ച് ഹിം. നോ ഐ ഡിഡിൻ. ഹാവ് യു സീൻ എ റാബിറ്റ്? ക്യാൻ എ റാബിറ്റ് സിറ്റ് അണ്ടർ എ മഷ്റൂം? ബട്ട് ഐ ക്യാൻ സ്മെൽ എ റാബിറ്റ് അല്ലേ. അപ്പോൾ എന്താണ്? ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഇവിടെ കുരുവി പറയുക. സോ അവിടെ എഴുതാം നമുക്ക് നോ ഐ ഡിഡിൻ എന്ന് എഴുതാം. അപ്പോൾ പിന്നെയും ചോദിക്കലാണ് ഫോക്സ്, അവിടെ തന്നല്ലേതാണ് എനിക്ക് മണക്കുന്നുണ്ടല്ലോ എന്ന് പറയാം അല്ലേ. ഇല്ല എന്ന് പറയുമ്പോൾ ബട്ട് ഐ ക്യാൻ സ്മെൽ എ റാബിറ്റ്. എനിക്കൊരു റാബിറ്റിനെ മണക്കുന്നുണ്ടല്ലോ, ഇവിടെ ഒരു മുയലിൻ്റെ മണം എനിക്ക് വരുന്നുണ്ടല്ലോ എന്ന് ഫോക്സ് പറയണം. ബട്ട് ഐ ക്യാൻ സ്മെൽ എ റാബിറ്റ്. അപ്പം മൗസ് ചോദിക്കലാണ്, ക്യാൻ എ റാബിറ്റ് സിറ്റ് അണ്ടർ ദ മഷ്റൂം? ഒരു മഷ്റൂമിൻ്റെ ഇടയിൽ ഒരു റാബിറ്റിന് ഇരിക്കാൻ പറ്റുമോ അല്ലേ? അത്ര വലുതാണോ മഷ്റൂം? അപ്പോൾ
പറ്റില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ അവിടെ എന്താണ് എലി സമർത്ഥിക്കലാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ എന്താണ് മുയലൊന്നും ഇല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് മൗസ് പറയലാണ്. ഒരു എന്താണ് ഇതിൻ്റെ അടിയിൽ മഷ്റൂമിൻ്റെ അടിയിൽ ഒരു മുയലിന് ഇരിക്കാൻ പറ്റുമെന്ന് തമാശ രീതിയിൽ ചോദിക്കലാണ് മൗസ്. അപ്പോൾ കുറുക്കൻ പറയലാണ് ഐ വിൽ ക്യാച്ച് ഹിം, ഞാൻ എന്തായാലും അവനെ പിടിക്കുമെന്ന് കുറുക്കൻ പറഞ്ഞിട്ട് പോലാണ് അല്ലേ. ഇനി ആക്ടിവിറ്റി 10. അങ്ങനെ കുറുക്കൻ വന്നു, മുയൽ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്പാരോവും മൗസും പറഞ്ഞു ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതേസമയം ഈ മഷ്റൂമിൻ്റെ അടിയിലിരിക്കുന്ന റാബിറ്റ് കുറുക്കനെ കണ്ടു. റാബിറ്റ് സോ ദ ഫോക്സ്. റൈറ്റ് ഡൗൺ ദ തോട്ട്സ് ഓഫ് ദ റാബിറ്റ്സ്. എന്താണ് മുയലിൻ്റെ ചിന്തകൾ ഇവിടെ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ എഴുതാം നമുക്ക്. ഓ നോ ദ ഫോക്സ് ഈസ് ഹിയർ. അയ്യോ ഇത് കുറുക്കൻ ഇവിടെ എത്തി അല്ലേ. ഐ എം സ്കേർഡ്, എനിക്ക് പേടിയാവുന്നു. ഐ മസ്റ്റ് സേ ക്വയറ്റ്. എന്താണ് ഐ മസ്റ്റ് സ്റ്റേ ക്വയറ്റ്. ഞാൻ ക്വയറ്റായിട്ടല്ലേ വളരെ നിശബ്ദനായിട്ടിരിക്കണം. ഐ ഹോപ്പ് ദ ഫോക്സ് വിൽ നോട്ട് സീ മീ. കുറുക്കൻ എന്നെ കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. മൈ ഫ്രണ്ട്സ് ആർ ഹെൽപ്പിംഗ് മീ. എൻ്റെ കൂട്ടുകാർ എന്നെ സഹായിക്കുന്നുമുണ്ട് അല്ലേ. ഇല്ല എന്നൊക്കെ സ്പാരോ പറഞ്ഞു അല്ലെ മൗസും പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂട്ടുകാർ എന്നെ സഹായിക്കുന്നുമുണ്ട്. ഐ വിൽ ബി സേഫ് അണ്ടർ ദ മഷ്റൂം. ഈ മഷ്റൂമിൻ്റെ അടിയിൽ കൂണിൻ്റെ അടിയിൽ എന്തായാലും ഞാൻ സേഫ് തന്നെ ആയിരിക്കുമെന്നാണിക്കും മുയൽ ചിന്തിക്കുക അല്ലേ. ആക്ടിവിറ്റി 11. ദ ഫോക്സ് മിസ്ഡ് ദ റാബിറ്റ്. ഫോക്സിന് അങ്ങനെ റാബിറ്റിനെ കിട്ടിയില്ല, മിസ്സായി. ഇറ്റ് റീച്ച്ഡ് ഹോം വെറ്റ് ആൻഡ് ടയേർഡ്. എന്താണ് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി, അവൻ്റെ വീട്ടിലെത്തി കുറുക്കൻ വെറ്റാണല്ലേ, നനഞ്ഞിട്ടുണ്ട്, മഴയത്തല്ലേ ഓടിയത്. അങ്ങനെ നനഞ്ഞ് ക്ഷീണിതനായിട്ട് തിരിച്ച് വീട്ടിലെത്തി. ദ ഫോക്സ് വൈഫ് വാസ് വെയിറ്റിംഗ് ഫോർ ഫുഡ്. എന്താണ് ഫോക്സിൻ്റെ ഭാര്യ വൈഫ് അല്ലേ, ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കലാണ്. ഇപ്പം ഭർത്താവ് മുയലിനെയും കൊണ്ട് വരുന്നു വിചാരിച്ച് കാത്തിരിക്കലാണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അവരുടെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, രണ്ടെണ്ണം അവിടെ തന്നിട്ടുണ്ട്. വൈഫ് ചോദിക്കലാണ് ഹാവ് യു ഗോട്ട് എനിത്തിങ് ടു ഈറ്റ്. എന്താ ചോദിച്ചത്? ഹാവ് യു ഗോട്ട് എനിത്തിങ് ടു ഈറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടോ, കിട്ടിയോ എന്തെങ്കിലും? ഹാവ് യു ഗോട്ട്, നിങ്ങൾക്ക് കിട്ടിയോ എന്തെങ്കിലും? എനിത്തിങ് ടു ഈറ്റ്, എന്തിനാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് മറുപടി പറയുക? ഹാവ് യു ഗോട്ട്. അപ്പോൾ പറയണം നോ ഐ ഹാവിൻറ്റ് ഗോട്ട്. നോ എനിക്ക് കിട്ടിയിട്ടില്ല. ഐ ഹാവ് നോട്ട്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഐ ഹാവിൻറ്റ് കേട്ടോ. ഹാവ് HAVEN എഴുതുക, ഒരു അപ്പോസ്ട്രോഫി ഇട്ട് ടി എഴുതി കഴിഞ്ഞാൽ ഐ ഹാവിൻറ്റ്. ഐ ഹാവിൻ ഗോട്ട് എനിത്തിങ് ടു ഈറ്റ്. എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നും കിട്ടിയിട്ടില്ല എന്ന് കുറുക്കൻ പറഞ്ഞു. അപ്പോൾ വൈഫ് ചോദിക്കലാണ് യു ആർ ചേസിങ് എ റാബിറ്റ്, വെർ ഇസ് ഇറ്റ്? നിങ്ങളൊരു റാബിറ്റിൻ്റെ പുറകെ ഓടുന്നുണ്ടല്ലോ അല്ലേ, എന്നിട്ട് അതെവിടെയെന്ന് ചോദിക്കലാണ് വൈഫ്. അപ്പോൾ ഫോക്സ് പറയാണ് ദ റാബിറ്റ് എസ്കേപ്ഡ്. എന്താണ് മുയൽ രക്ഷപ്പെട്ടു. ഐ കുഡിൻറ്റ് ക്യാച്ച് ഇറ്റ്. എനിക്കതിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് ക്യാച്ച് ഇറ്റ് കേട്ടോ, എനിക്കതിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. ആക്ടിവിറ്റി 12. ദ ഫ്രണ്ട്സ് സോ എ ഫ്രോഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മഷ്റൂം. എവിടെയാണ് മഷ്റൂമിൻ്റെ മേലെ ഒരു തവള ഇരിക്കുന്നത് കൂട്ടുകാർ കണ്ടു. ദ ഫ്രണ്ട്സ് സോ എ ഫ്രോഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മഷ്റൂം. മഷ്റൂമിൻ്റെ മേലെ. ഹു ആർ യു ദേ ആസ്ക്ഡ്. നീ ആരാണ്? ഹു ആർ യു അല്ലേ, ഹു ആർ യു എന്ന് ചോദിച്ചു. ദ ഫ്രോഗ് ഇൻട്രഡ്യൂസ്ഡ് ഹിംസെൽഫ്. അവനെ ഇൻട്രഡ്യൂസ് ചെയ്തല്ലേ, സ്വയം പരിചയപ്പെടുത്തി. വാട്ട് വിൽ ദ ഫ്രോഗ് സേ അബൌട്ട് ഹിം. എന്തൊക്കെയായിരിക്കും തവള സ്വന്തം അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുക? ഹായ് ഐ ആം എ ഫ്രോഗ്. ഞാനൊരു തവളയാണ്. ആസ് യു ക്യാൻ സീ ഐ ആം ഗ്രീൻ ഇൻ കളർ. നിങ്ങൾ കാണുന്ന പോലെ എൻ്റെ പച്ച കളറാണ്, എനിക്ക് പച്ച കളറാണ്. ഐ ക്യാൻ ജമ്പ് ആൻഡ് സ്വിം. എനിക്ക് എന്തൊക്കെ ചെയ്യാം? ജമ്പ് ചെയ്യാൻ പറ്റും, ചാടാൻ പറ്റും, പിന്നെ നീന്താൻ പറ്റും. ഐ ക്യാൻ ജമ്പ് ആൻഡ് സ്വിം. ഐ സേ ക്രോക്ക് ക്രോക്ക്. എങ്ങനെയാണ്? ഞാൻ എപ്പോഴും ക്രോക്ക് ക്രോക്ക് എന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. ഐ ഈറ്റ് ഇൻസെക്ട്സ്. എനിക്ക് ഇൻസെക്ട്സ്, ചെറിയ പ്രാണികളെ കഴിക്കാനാണ് ഇഷ്ടം, ഞാൻ അതിനെ കഴിക്കും. ഐ ലിവ് ഇൻ പോൺസ്. ഞാൻ കൂടുതലും എവിടെയാണ് ഉണ്ടാവുക? ഐ ലിവ് ഇൻ പോൺസ്. കുളത്തിലായിരിക്കും ഞാൻ അധികം, വെള്ളത്തിലായിരിക്കും ഞാൻ അധികം ജീവിച്ചിരിക്കുക. ആക്ടിവിറ്റി 13. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. രണ്ട് ചിത്രം തന്നിട്ടുണ്ട്, നോക്കൂ എന്നാണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഈ പിക്ചേഴ്സ് തമ്മിലുള്ള ഡിഫറൻസസ് കണ്ടുപിടിച്ച് എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തേൽ റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട് ദ മഷ്റൂം ഈസ് റെഡ് ആൻഡ് യെല്ലോ ഇൻ കളർ. ദ മഷ്റൂം ഈസ് റെഡ് ആൻഡ് യെല്ലോ ഇൻ കളർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. റെഡ് കളറും യെല്ലോ കളറിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പിക്ചർ 1 എന്താ കളറ്? എന്താണ്? ദ മഷ്റൂം ഈസ് വൈറ്റ് ഇൻ കളർ അല്ലേ. മഷ്റൂമിൻ്റെ കളർ അവിടെ വെള്ള കളറാണ്. നോക്കിയേ, വെള്ള കളറല്ലേ. യെസ്, ദ മഷ്റൂം ഈസ് വൈറ്റ് ഇൻ കളർ. വെള്ള കളറിലാണ്. ഇനി നിങ്ങൾ പറഞ്ഞേ മഷ്റൂം ചുവന്ന കളറിലാണ് അല്ലെങ്കിൽ ദ മഷ്റൂം നീല കളറിലാണ് എന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ എങ്ങനെ പറയാം? ദ മഷ്റൂം ഈസ് ബ്ലൂ ഇൻ കളർ കേട്ടോ. അങ്ങനെ പറഞ്ഞു നോക്കണം എല്ലാവരും കേട്ടോ സെൻറ്റൻസ്.
ആ അടുത്തത് നോക്കിയേ, ദ ഫ്രോഗ് ഈസ് അണ്ടർ ദ മഷ്റൂം. എവിടെയാണ് ഉള്ളത്? ഫ്രോഗ് ഈസ് അണ്ടർ ദ മഷ്റൂം. ഈ മഷ്റൂമിൻ്റെ കൂണിൻ്റെ അടിയിലാണ് ഫ്രോഗ് ഇരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ എങ്ങനെയാണുള്ളത് നോക്കിയേ, തവള എവിടെയാണുള്ളത്? അതിൻ്റെ മേലെയാണ് അല്ലേ, ഓൺ ദ മഷ്റൂം. ദ ഫ്രോഗ് ഈസ് ഓൺ ദ മഷ്റൂം. ഓൺ ടോപ്പ് ഓഫ് എന്നൊന്നും വേണ്ട, നമുക്കിവിടെ ഓൺ ദ മഷ്റൂം എഴുതിയാൽ മതി, അതിൻ്റെ മുകളിൽ നിന്നുള്ള അർത്ഥമാണ്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ മഴയുണ്ട്. ദർ ഈസ് റെയിൻ ഇൻ പിക്ചർ 2. പിക്ചർ 2 മഴയുണ്ട്. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അതായത് പിക്ചർ 1 എന്താണ്? ദർ ഈസ് നോ റെയിൻ ഇൻ പിക്ചർ 1. അവിടെ മഴയില്ല. ദർ ഈസ് നോ റെയിൻ ഇൻ പിക്ചർ 1. ഇനിയോ, ദർ ആർ 3 ബട്ടർഫ്ലൈസ് ഇൻ ദ പിക്ചർ. ഇല്ലേ, കാണുന്നില്ലേ 3 ബട്ടർഫ്ലൈസിനെ ഉണ്ട്. എന്നാൽ ഈ ചിത്രത്തിലോ, ഒന്നാമത്തെ ചിത്രത്തിൽ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്? വെരി ഗുഡ്, ഒരെണ്ണേ ഉള്ളൂ അല്ലേ. ദർ ഈസ് 1 ബട്ടർഫ്ലൈ ഇൻ ദ പിക്ചർ. ദർ ഈസ് 1 ബട്ടർഫ്ലൈ ഇൻ ദ പിക്ചർ. ഇനിയോ, ദർ ആർ മെനി ആൻസ് ഇൻ പിക്ചർ 1. അവിടെ എത്ര ആൻസ് ഉണ്ട്? കുറേ ആൻസ് ഉണ്ട്, കുറേ ഉറുമ്പുകളുണ്ട്. പിക്ചർ 2ലോ, ദർ ഈസ് 1 ant in picture 2. There is only 1 ant in picture 2. Activity 14. The ant, the butterfly, the mouse, the sparrow and the rabbit came out and looked at the mushroom. എന്താണ് ഇവരെല്ലാവരും അല്ലേ? ഉറുമ്പ്, പൂമ്പാറ്റ, എലി, സ്പാരോ കുരുവി, പിന്നെ എന്താണ് മുയൽ. ഇവരെല്ലാവരും പുറത്ത് വന്നിട്ട് നമ്മുടെ ഇതിനെ നോക്കിയതാണ്, മഷ്റൂം കൂണിനെ നോക്കി. നൗ കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അവരുടെ കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത്. എന്താണ്, ചെറിയ കൂണായിരുന്നു, അത് വലിയതായി അല്ലേ മഴ പെയ്തപ്പോൾ. യെസ്, നോക്കാമല്ലോ. വാട്ട് ഹാപ്പൻ ടു ദ മഷ്റൂം? മുയൽ ചോദിക്കണേ ഈ മഷ്റൂമിന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കലാണ്. പേലി പറയലാണ്, ദ മഷ്റൂം ഗ്രൂ ബിഗർ ആഫ്റ്റർ ദ റെയിൻ. ദ മഷ്റൂം ഗ്രൂ ബിഗർ ആഫ്റ്റർ ദ റെയിൻ. മഴയ്ക്ക് ശേഷം മഷ്റൂം വളർന്ന് വലുതായി എന്നാണ് മൗസ് പറയുന്നത്. അപ്പോൾ പിന്നെയും റാബിറ്റ് ചോദിക്കലാണ്, ഡു മഷ്റൂംസ് ഗ്രോ ഇൻ റെയിൻ? ഡു മഷ്റൂംസ് ഗ്രോ ഇൻ റെയിൻ? മഴയത്ത് അങ്ങനെ വലുതാവുമോ എന്ന് ചോദിക്കുന്നു. വലിയ പറയും യെസ്, മഷ്റൂംസ് യൂഷ്വലി ഗ്രോ ആഫ്റ്റർ റെയിൻ. മഴയ്ക്ക് ശേഷം യൂഷ്വലി എന്താണ്, മഷ്റൂംസ് വലുതാകും. മഷ്റൂംസ് ഗ്രോ ആഫ്റ്റർ റെയിൻ അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ആക്ടിവിറ്റി 15. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. അവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട്, കൂടുതൽ ലൈൻസ് ആഡ് ചെയ്യാനാണ് പറയുന്നത്. റെയിൻ ഡ്രോപ്സ് ഫോളിങ് ഫ്രം ദ സ്കൈ. എന്താണ്, മഴത്തുള്ളികൾ ആകാശത്തിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്നു. റെയിൻ ഡ്രോപ്സ് ഫോളിങ് ഫ്രം ദ സ്കൈ. എ മഷ്റൂം സ്റ്റാൻഡിങ് ടോൾ ആൻഡ് ഡ്രൈ. ഒരു മഷ്റൂം ഇങ്ങനെ പൊങ്ങി ഉണങ്ങി അതായത് ഡ്രൈ ആയിട്ട് നിൽക്കുന്നുണ്ട്, നനഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയോ അവിടെ നമുക്കൊരു ലൈൻ കൂട്ടണം. താഴെ തന്നിട്ട് സേഫ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ദാറ്റ് ബ്ലോ. സേഫായിട്ട് മഴയിൽ നിന്നും കാറ്റിൽ നിന്നും, വീശിയടിക്കുന്ന കാറ്റിൽ നിന്നും മഴയിൽ നിന്നൊക്കെ സേഫായിട്ട് എന്തുണ്ട് അവിടെ എന്നാ പറയണ്ടേ? ലിറ്റിൽ ഫ്രണ്ട്സ് ഗ്യാദർ ഡൗൺ ബിലോ. എന്താണ് ഡൗൺ, അതായത് ഡ്രൈ ആയി നിൽക്കുന്ന മഷ്റൂമിൻ്റെ അടിയിൽ ലിറ്റിൽ ഫ്രണ്ട്സ്, ചെറിയ കൂട്ടുകാർ ഗ്യാദർ ചെയ്തിട്ടുണ്ട്, ഒത്തുകൂടിയിട്ടുണ്ട്. അങ്ങനെ എഴുതാമല്ലേ നമുക്ക്. ലിറ്റിൽ ഫ്രണ്ട്സ് ഗ്യാദർ ഡൗൺ ബിലോ. പിന്നെയോ, താങ്ക് യു മഷ്റൂം ബിഗ് ആൻഡ് വൈഡ്, യു ആർ എ പെർഫെക്റ്റ് സ്പോട്ട് ടു ഹൈഡ്. എന്താ പറയുന്നത്? താങ്ക് യു മഷ്റൂം, നിങ്ങൾ ഇത്ര വലിയ മഷ്റൂം ആയതുകൊണ്ട് താങ്ക് യു. നിങ്ങൾ വളരെ നല്ലൊരു സ്പേസ് ആണ്, ഞങ്ങൾക്ക് ഒളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്താണ് ഒളിക്കാൻ, അല്ലെങ്കിൽ എന്താണ് മഴയത്ത് നനയാണ്ടിരിക്കാനും ഒളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ മഷ്റൂം എന്നാണ് കൂട്ടുകാർ പറയുന്നത്. ഇനിയോ, നൗ ദ സൺ ബിഗിൻസ് ടു ഷൈൻ ഡ്രൈ ആൻഡ് ഹാപ്പി മൂവിങ് ഓൺ. എന്താ പറയുന്നത്? ഇപ്പം സൂര്യപ്രകാശം അല്ലേ, സൂര്യൻ ഉദിച്ചു പോകുന്നു, ഞങ്ങളങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു അല്ലേ. നൗ ദ സൺ ബിഗിൻസ് ടു ഷൈൻ ഡ്രൈ ആൻഡ് ഹാപ്പി മൂവിങ് ഓൺ. ആക്ടിവിറ്റി 16. ക്രോസ് വേർഡ് പസിലാണ്. എന്താണ്, നമുക്ക് അതിൻ്റെ ചെയ്യാനുള്ള ക്ലൂ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് എന്താണ് എന്നുള്ളത് നമുക്കവിടെ കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ട് ബാക്കിയുള്ള നമ്മൾ ഗസ് ചെയ്തിട്ട് എഴുതണം. അങ്ങനെയാണല്ലേ. ഒന്ന് നേരെ, പിന്നെ താഴോട്ടേക്കൊക്കെ ഉണ്ടാവും. ഒന്നാമത്തെ നേരെ എന്താണ് നോക്കിയ ചിത്രം കാണുന്നത് എന്താണ്? മഷ്റൂമാണ് അല്ലേ, ഒരു കൂണല്ലേ കാണുന്നത്, മഷ്റൂം. അപ്പോൾ എന്താ സ്പെല്ലിംഗ് നോക്കിയാൽ, ഒന്ന് നേരെ MUSHROOM മഷ്റൂം ചെയ്യാം. പിന്നെ രണ്ട് നേരെ എന്താണ് കാണുന്നത് നോക്കിയേ, ഒരു മൂങ്ങ അല്ലേ. മൂങ്ങയ്ക്ക് എന്താ പറയുക ഇംഗ്ലീഷിൽ? ആവുൾ. ഇറ്റ്സ് എൻ ആവുൾ. ഓക്കെ, OWL, ഓ കൂടി അവിടെ ചേർത്ത് കൊടുക്കുക. പിന്നെ സ്പാരോ ആണ് മൂന്നാമത്തത്, SP തന്നിട്ടുണ്ട്, ബാക്കി ARROW അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെയോ നാലാമത്തെ ഒരു ഫോക്സ് ആണ് അല്ലേ, നാലാമത്തത് വലത്തോട്ട് ഫോക്സ്, FOX, എഫും എക്സും അവിടെ ഉണ്ട് അല്ലേ. ഇനി താഴോട്ടേക്കുള്ളത്, ഒന്നാമത്തെ താഴോട്ടേക്ക് മൗസ് ആണ്, MOUSE, എമ്മും ഉണ്ട് എസ്സും ഉണ്ട്, ബാക്കി അക്ഷരങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ എന്താണ് രണ്ടാമത്തെ താഴോട്ടേക്ക്, എന്താ നാലാമത്തെ താഴോട്ടേക്ക് ഫ്രോഗ് അല്ലേ, എഫും ജിയും ഉണ്ട്, RO നമ്മളവിടെ O എവിടെ വരില്ല, സ്പാരോ ചെയ്യുമ്പോൾ O കിട്ടുന്നുണ്ട്, R മാത്രം ചേർത്ത് നമുക്ക് ഫ്രോഗ് കിട്ടി. പിന്നെ അവിടെ എന്താണ് അഞ്ചാമത്തെ താഴോട്ടേക്ക് നോക്കി, എന്താ അവിടെ അഞ്ച് താഴോട്ടേക്ക് സൺ ആണ് അല്ലേ, എസ്സും എന്നും ഉണ്ട്, നടുക്കൊരു U കൂടി ചേർത്താൽ സണ്ണായി. പിന്നെയോ
ഏഴാമത്തെ താഴോട്ടേക്കാണ്. ഏഴാമത്തെ താഴോട്ടേക്ക് എന്താണ്? എയും എന്നും നമ്മൾ ചെയ്യണം. ടി അവിടെ ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് ആൻഡ്. ഓക്കെ. ഇനി ആക്ടിവിറ്റി 17 നോക്കി എന്താണ്? സ്നെയിലാണല്ലേ. യെസ്. റീഡ് ദ പിക്ചർ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഒരു പിക്ചർ സ്റ്റോറിയാണ്. അത് കണ്ടിട്ട് അത് വായിച്ചിട്ട് ചെറിയ കോൺവെർസേഷൻ ലാസ്റ്റ് കൊണ്ട് നമ്മളോട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. നോക്കി, ഒരു സ്നെയിലാണ്, പാട്ടൊക്കെ കേട്ടോണ്ട് എവിടെയോ പോവാണ്. മിസ്റ്റർ സ്നെയിൽ വാസ് ഓൺ ഹിസ് ഡ്യൂട്ടി. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിലാണ് അല്ലേ. സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ചാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്നെയിൽ അല്ലേ. സ്നെയിൽ അതിൻ്റെ ഡ്യൂട്ടി ചെയ്യലാണ്, മെയിൽ കൊണ്ട് പോകലാണ്. പിന്നെയോ, ഓ വെർ ഈസ് ദ ലെറ്റർ ടു ഹണി ബി. അപ്പോൾ ഹണി ബിയെ കണ്ടു. ഹണി ബിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ ഉണ്ടായിരുന്നു ബാഗിൽ. കൊടുക്കാൻ നോക്കുമ്പോൾ എന്താണ്? അത് മിസ്സായി ഇല്ലേ, കാണുന്നില്ല. ഓ വെർ ഈസ് ദ ലെറ്റർ ടു ഹണി ബി. അയ്യോ, തേനീച്ചക്ക് കൊടുക്കാനുള്ള ലെറ്റർ എവിടെ? ഹി ഫൗണ്ട് എ ലെറ്റർ മിസ്സിങ്. ഒരു ലെറ്റർ കാണുന്നില്ല, മിസ്സിങ് ആയിട്ട് പോയി. പിന്നെയോ, അപ്പോൾ സ്നെയിൽ പോയിട്ട് ഒരു ഫോക്സിനെ കണ്ടു. ഫോക്സിനോട് ചോദിക്കലാണ്, ഡിഡ് യു സീ മൈ മെയിൽ എന്ന് ചോദിക്കലാണ്. ഡിഡ് യു സീ മൈ മെയിൽ. അപ്പോൾ ഫോക്സ് നോക്കിയാൽ കൈ രണ്ടും പിടിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഇത് നോ ഐ ഡിഡിൻ സീ അല്ലേ. നോ ഐ ഡിഡിൻ സീ. പിന്നെയോ, അപ്പോൾ ആരാണ് വരുന്നത് അല്ലേ? ഒരു ഹണീബി വന്നിട്ട് പറയലാണ്, വേറൊരു ഹണീബിയാണ് പറയലാണ് എന്ത്? യുവർ മെയിൽ ഈസ് ഇൻ ദ പോണ്ട്. എവിടെയുള്ളത്? നിൻ്റെ മെയിൽ അവിടെ കുളത്തിൻ്റെ അടുത്തുണ്ട്, കുളത്തിലുണ്ട്. യുവർ മെയിൽ ഈസ് ഇൻ ദ പോണ്ട്. അപ്പോൾ ഇനി നോക്കിയേ, അവൾ എന്തോ പറയുന്നുണ്ട്. അവൾ എന്താ പറയുന്നത്? ദ പോണ്ട് ഈസ് നിയർ ദ ഹൗസ് ഓഫ് ദ ഫ്രോഗ്. എവിടെയാണ്? പോണ്ട് ഈസ് നിയർ ദ ഹൗസ് ഓഫ് ദ ഫ്രോഗ്. ഫ്രോഗിൻ്റെ വീടിൻ്റെ അടുത്താണ് കുളം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും സ്നെയിൽ ചോദിച്ചിട്ടുണ്ടാവുക? വെർ ഈസ് ദ പോണ്ട് എന്ന് ചോദിക്കാം അല്ലേ. വെർ ഈസ് ദ പോണ്ട്, കുളം എവിടെയാണ്? അപ്പോഴാണ് ഉത്തരം എന്ത്? ദ പോണ്ട് ഈസ് നിയർ ദ ഹൗസ് ഓഫ് ദ ഫ്രോഗ്. തവളയുടെ വീടിൻ്റെ അടുത്താണ് പോണ്ട് എന്ന് പറയുന്നു. ഇനി അങ്ങനെ നമ്മുടെ സ്നെയിൽ വീടിൻ്റെ അടുത്തെത്തി. ഇവിടെ തവളയുടെ വീടിൻ്റെ അടുത്ത്, പോണ്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ നമ്മളെ തവള ഇതാ ലെറ്ററൊക്കെ പിടിച്ച് റെഡിയാണ്. ഹിയർ ഈസ് യുവർ മെയിൽ. ഇതാ നിൻ്റെ മെയിൽ, ഇതാ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കലാണ് ഫ്രോഗ്. അപ്പോൾ എന്തായിരിക്കും സ്നെയിൽ തിരിച്ച് പറയാം? ഓ താങ്ക് യു സോ മച്ച് അല്ലേ. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്, താങ്ക് യു സോ മച്ച് എന്ന് പറയും. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കി, ആക്ടിവിറ്റി 18. വൺ ഡേ ദ ഫോക്സ് റിസീവ്ഡ് എ ബർത്ത്ഡേ കാർഡ്. ഒരു ദിവസം കുറുക്കന് ഒരു ബർത്ത്ഡേ കാർഡ് കിട്ടി. ഹൗ വിൽ ബി ദാറ്റ് കാർഡ്? ആ കാർഡ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പ്രിപ്പയർ എ ബർത്ത്ഡേ കാർഡ് ഫോർ മിസ്റ്റർ ഫോക്സ്. മിസ്റ്റർ ഫോക്സിന് വേണ്ടി ഒരു ബർത്ത്ഡേ കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. എന്ത് എഴുതാം? നമുക്ക് നല്ല രീതിയിൽ തന്നെ എഴുതാം അല്ലേ. ഫോക്സിന് നല്ല ഹാപ്പി ബർത്ത്ഡേ പറയേണ്ട നല്ലൊരു എഴുതണം. എങ്ങനെ എഴുതാം? ഡിയർ മിസ്റ്റർ ഫോക്സ്, വിഷിംഗ് യു എ ഡേ ഫുൾ ഓഫ് ഹാപ്പിനെസ്, ലാഫ്റ്റർ ആൻഡ് യമ്മി ട്രീറ്റ്സ്. മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. ഹാവ് എ വണ്ടർഫുൾ ബർത്ത്ഡേ ഫ്രം യുവർ ഫോറസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ യുവർ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ എഴുതാം അല്ലേ. ഹാപ്പി ബർത്ത്ഡേ മിസ്റ്റർ ഫോക്സ് എന്നൊക്കെ എഴുതി ചിത്രമൊക്കെ വരച്ചിട്ട് എഴുതുക അല്ലേ. സോ നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെറിയൊരു കാർഡ് നിങ്ങൾ തയ്യാറാക്കുക കേട്ടോ മക്കളെ. നിങ്ങൾക്കാവുന്ന പോലെ ഒരു കുഞ്ഞ് ചിത്രമൊക്കെ വരച്ച് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി 2 ബലൂണൊക്കെ വരച്ചിട്ട് ചെയ്യുക. ഇനി ആക്ടിവിറ്റി 19 ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് കേട്ടോ. ഫൈൻഡ് ദി ഓഡ് വൺ ആൻഡ് സർക്കിളേറ്റ്. എന്താണ്? 4 ചിത്രങ്ങൾ വീതം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതിനെ കണ്ടുപിടിച്ച് അതിനെ സർക്കിൾ ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത്തെ നോക്കിയേ, ഒരു ഗോട്ടാണ് അല്ലേ. പിന്നെ ഒരു ടൈഗർ ഉണ്ട്, റാബിറ്റ് ഉണ്ട്, ഒരു കൗ ഉണ്ട്. എന്താണ് ഇവിടെയൊക്കെ? എന്താണ് ഇതിലേതാണ് വ്യത്യസ്തമായിട്ടുള്ളത്? ടൈഗർ ആണല്ലേ. ബാക്കി 3 ഡൊമസ്റ്റിക് ആനിമൽസ് ആണ്. ടൈഗർ മാത്രം എന്താണ്? വൈൽഡ് ആനിമലാണ്. മനസ്സിലായല്ലോ. ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്ന വളർത്തു മൃഗങ്ങളാണ്. പശു, ആട്, മുയലും. പക്ഷെ ടൈഗറോ നമ്മളെ കാട്ടിൽ കാണുന്ന ഇറ്റ്സ് എ ഫോറസ്റ്റ് ആനിമൽ. ഓക്കെ, വൈൽഡ് ആനിമൽ. രണ്ടാമത്തെ സെക്ഷൻ നോക്കിയേ, മീനുണ്ട്, തവളയുണ്ട്, ഒരു താറാവുണ്ട്. പിന്നെ ആരാണ്? ഒരു പക്ഷിയാണ് അല്ലേ, ഒരു തത്തയാണ്. സോ എന്താണത്? അവിടെ ഏതാ വരിക? ബാക്കി 3 വെള്ളത്തിൽ ജീവിക്കുന്നവയാണ്. ബേർഡ് മാത്രമല്ല. സോ ബേർഡിനെ അവിടെ സർക്കിൾ ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് എന്താണ് നോക്കിയേ, ഒരു ഹണി ബി ഉണ്ട്, പിന്നെ ഒരു ഫ്ലൈ അല്ലേ, ഈച്ചയുണ്ട്. ഹൗസ് ഫ്ലൈ ആണ് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ഈച്ച, ഹൗസ് ഫ്ലൈ. പിന്നെ ഒരു ഉറുമ്പാണ്, ആൻറ്റാണ്. ആൻഡ് മോസ്കിറ്റോ ഉണ്ട് അല്ലേ, കൊതുകുണ്ട്. ഇവിടെ ഏതാ പറഞ്ഞേ? ആൻഡ് ആണ് അല്ലേ. ബാക്കി 3 ആൾക്കും പറക്കാൻ കഴിയും, ഉറുമ്പിന് പറക്കാൻ കഴിയില്ല. സോ ആൻഡ് ഈസ് ദ ഓഡ് വൺ ഔട്ട്. പിന്നെ ഒരു ഫോക്സ് ഉണ്ട്, പിന്നെ ഒരു ഡോഗ് ഉണ്ട്, പിന്നെ ഒരു പൂച്ചയുണ്ട് അല്ലേ, ക്യാറ്റ് ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു കോഴിക്കുട്ടിയുണ്ട്, ചിക്ക്. അപ്പോൾ ഇതിലേതാ വ്യത്യാസമുള്ളത്? ചിക്കാണ് അല്ലേ. ബാക്കി 3 ആനിമൽസാണ്. ചിക്ക് മാത്രം എന്താണ്? ഇറ്റ്സ് എ ബേർഡ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മക്കളെ. അപ്പോൾ എന്താണ്, വീഡിയോക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.